അസ്സലാമലൈക്കും. ഹലോ എവരിവൺ, നമസ്കാരം. വെൽക്കം ടു സെർവ് ഇറ്റ് ലൈക്ക് ഷാനി. കഴിഞ്ഞ ഒരു വീഡിയോയിൽ, പുലാവിൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഒരു സ്പെഷ്യൽ റായ്ത്തയുടെ കാര്യം. ഈ ഒരു റായ്ത്ത എല്ലാവിധ നോർത്ത് ഇന്ത്യൻ റൈസ് റെസിപ്പികൾക്കും അതുപോലെ തന്നെ പാകിസ്ഥാനി റൈസ് റെസിപ്പികൾക്കൊക്കെ പറ്റിയൊരു ബെസ്റ്റ് സൈഡ് ഐറ്റം തന്നെയാണ്. ഞാൻ നേരത്തെ മുമ്പ് ഒരു ബോംബെ ബിരിയാണി റെസിപ്പി ചെയ്തിരുന്നു. ഞങ്ങൾ ബോംബെ ബിരിയാണി റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യുമ്പോഴൊക്കെ അതിൻ്റെ സൈഡായിട്ട് കഴിക്കാറ് ഈ ഒരു സ്പെഷ്യൽ റായ്ത്ത. അപ്പോൾ ആ ഒരു സ്പെഷ്യൽ റായ്ത്തയായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത്. നമുക്ക് നോക്കാം. അപ്പോൾ പുളിയില്ലാത്ത കട്ടത്തൈര് ഞാൻ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂണ് മല്ലിയില. വളരെ ചെറുതാക്കി അരിഞ്ഞതാവണം, വളരെ ചെറുതാക്കി കട്ട് ചെയ്തതാവണം. എന്നാൽ ആ ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാത്ത വിധം, കഴിക്കുമ്പോൾ ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാത്ത വിധം നമ്മൾ ചെറുതാക്കി അരിഞ്ഞിരിക്കണം. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂണ് ക്യൂമിൻ പൗഡർ, ജീരകത്തിൻ്റെ പൊടി. അതുപോലെ തന്നെ 1/2 ടീസ്പൂണൊന്നും വേണ്ട, ഇത് ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നോർമൽ മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും ഇൻഗ്രീഡിയൻസാണ് നമ്മുടെ റായ്ത്തക്ക് വേണ്ടത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ആ സ്പെഷ്യൽ റായ്ത്തയുടെ ആ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്താണെന്ന്. അത് ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണും. ബൗൾ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒരു കപ്പ് തൈര് ആഡ് ചെയ്തു. കയ്യിൽ ബീറ്റർ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്, ഇല്ലെങ്കിലും കുഴപ്പമില്ല, സ്പൂൺ വെച്ചിട്ട് നമുക്ക് നന്നായി ബീറ്റ് ചെയ്താൽ മതി. അപ്പോൾ നന്നായിട്ട് ഈ തൈരൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ക്രീമി ടെക്സ്ചർ കിട്ടും. ഇപ്പോൾ കണ്ടില്ല, നല്ലൊരു ക്രീമി ടെക്സ്ചർ കിട്ടും. ഏകദേശം 1 മിനിറ്റോളം ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ക്യൂമിൻ പൗഡർ, ജീരകപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അത്യാവശ്യത്തിന് സോൾട്ട്. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അങ്ങനെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. സോൾട്ട് നിങ്ങൾ ചെക്ക് ചെയ്യണം ഇടയ്ക്കൊന്നും, സോൾട്ട് കൂടി പോണ്ട. ഇനി നമ്മൾ ഏതിലാണോ സെർവ് ചെയ്യണത് ആ സെർവ് ചെയ്യണ പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അതിൻ്റെ മുകളിലായി കുറച്ച് മുളക് പൊടി സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇനിയാണ് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് വരുന്നത്. 1 ടീസ്പൂണ് പശു നെയ്യ്. അത് ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്ത് ഇനി കഴിക്കണ നേരത്ത് അതൊന്ന് മിക്സാക്കി കൊടുത്താൽ അടിപൊളി ഒരു റായ്ത്തയാവും. അങ്ങനെ എല്ലാ ഇൻഗ്രീഡിയൻസും ഒരുമിച്ച് തന്നെ മിക്സ് ആക്കിയിട്ട് ഒരേ ഒരു ടീസ്പൂണ് കഴിച്ചാൽ തന്നെ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ റായ്ത്ത ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ റായ്ത്ത റെഡി ആയിട്ടുണ്ട്. ഇതുപോലുള്ള പുതിയ പുതിയ റെസിപ്പീസുമായി വരുന്നവരേക്കും ട്രൈ ടു സെർവ് ഇറ്റ് ലൈക്ക് ഷാനി.